വിദേശത്ത് നിന്ന് അടുത്തിടെ നാട്ടിലെത്തിയ വൃദ്ധ ദമ്പതിമാരെ വിർച്വൽ അറസ്റ്റിൽ കുടുക്കി. 1.40 കോടി തട്ടുകയുണ്ടായി. മല്ലപ്പള്ളി കിഴക്കേല വീട്ടിൽ ഡേവിഡ് പി മാത്യു, ഭാര്യ ഷേർലി എന്നിവരെയാണ് തട്ടിപ്പിനിരയായത്. കഴിഞ്ഞ 18-നാണ് സംഭവം ഉണ്ടായത്. അജ്ഞാത ഫോണിൽ നിന്നും ഷേർലിയെ വിളിച്ച് തട്ടിപ്പ് സംഘം മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി. നിങ്ങൾ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വിർച്വൽ അറസ്റ്റിലാണെന്നും ഭീഷണിപ്പെടുത്തി പലതവണയായി പണം തട്ടിയെടുക്കുകയായിരുന്നു. തട്ടിപ്പുകാരൻ ഒരു ഫോൺ നമ്പർ പറഞ്ഞു. ഈ നമ്പറിൽ നിന്നും കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ അയച്ചു കൊടുത്തു. ഈ നമ്പർ നിങ്ങളുടെ പേരിലുള്ളതാണ്. അതിനെതിരെ ആളുകൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ചെമ്പൂർ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് വാറണ്ട് അയച്ച് അറസ്റ്റ് ചെയ്യുമെന്നുമാണ് വിളിച്ചയാൾ പറഞ്ഞത്. ചെമ്പൂർ സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ വന്നത്. നിങ്ങൾ വിർച്വൽ അറസ്റ്റിലാണെന്നും സൈബർ കേസാണെന്നും വിവരം ആരോടും പറയരുതെന്നും പറഞ്ഞു. 1 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു ഫോൺ നമ്പറിൽ നിന്ന് വിളിച്ചു. നിങ്ങളുടെ പേരിൽ നരേഷ് ഗോയൽ എന്നയാളുടെ അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസിലും പ്രതിയാണ്. കേസ് CBIക്ക് കൈമാറുകയാണ്. നിങ്ങളുടെ ആധാറും അക്കൗണ്ടും ഫ്രീസ് ചെയ്യുന്നുവെന്നും പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ചെക്കിങ്ങിനായി എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് നമ്പർ നൽകിയിട്ട് അതിലേക്ക് പണം അയച്ചു കൊടുക്കാനും ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം 90.50 ലക്ഷം അയച്ചു കൊടുത്തു. 20-ന് വീണ്ടും വാട്സപ്പ് കോളിലൂടെ 50 ലക്ഷം രൂപ അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. 21-ന് 50 ലക്ഷം അയച്ചു കൊടുത്തു. തുടർന്ന് വീണ്ടും 38 ലക്ഷം രൂപ കൂടി അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. വീണ്ടും പണം അയക്കാൻ ഫെഡറൽ ബാങ്കിൽ എത്തിയ സമയം വിവരം അറിഞ്ഞ പോലീസിന്റെ ഇടപെടൽ മൂലം പണം അയക്കുന്നത് തടയുകയായിരുന്നു. മല്ലപ്പള്ളി ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതികളുടെ അക്കൗണ്ടിലേക്ക് 90.50 ലക്ഷവും റാന്നി മന്ദമരുതി ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പ്രതികൾ നൽകിയ ആക്സിസ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപയും അയച്ചു വാങ്ങുകയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി R ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം പണം തടഞ്ഞു വെക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കത്ത് നൽകി. ബാങ്ക് തുടർ നടപടികൾ നടത്തിവരുന്നു. ദമ്പതികളുടെ പരാതിയിൽ കീഴ്വായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ R രാജേഷ് കുമാർ കേസ് രജിസ്റ്റർ ചെയ്തു. പണം നഷ്ടപ്പെട്ട ദമ്പതികളും കുടുംബവും അബുദാബിയിൽ താമസക്കാരാണ്. കഴിഞ്ഞ 8-നാണ് ഇവർ നാട്ടിൽ വന്നത്.